ഓം ഭദ്രകാളിയേ നമഃ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ശുക്രൻ്റെ രാശിമാറ്റത്തെ പറ്റിയാണ്. ശുക്രൻ രാശി മാറുന്നത് 2025 ജനുവരി മാസം 28-ാം തീയതിയാണ്. 28-ാം തീയതി മുതൽ മെയ് മാസം 31-ാം തീയതി വരെയുള്ള ആ ശുക്രൻ്റെ രാശിമാറ്റം 12 രാശികളിൽപ്പെട്ട ഒരു 6 രാശിക്കാരെ സംബന്ധിച്ച് ശുക്രൻ നൽകുന്ന ഏറ്റവും വലിയ യോഗമായ മാളവ്യ യോഗം അനുഭവത്തിൽ വരുന്ന സമയമാണ്. ശുക്രൻ രാശി മാറുന്നത് കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്കാണ് ഈ രാശിമാറ്റം നടക്കുന്നത്. മീനം രാശി എന്ന് പറയുന്നത് ശുക്രൻ ഉച്ചസ്ഥനാകുന്ന ശുക്രൻ്റെ ഉച്ചരാശിയാണ്. ശുക്രൻ ഏറ്റവും ബലവാനാകുന്ന രാശി. ആ രാശിയിൽ ജനുവരി 28-ന് ശുക്രൻ രാശി മാറുകയും മെയ് മാസം വരെ ആ രാശിയിൽ തന്നെയാണ് ശുക്രൻ നിൽക്കുന്നതും അതിൽ പരിവർത്തനം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്ന സമയവുമാണ്. ഈ ഒരു കാലം ഒരു 6 രാശിക്കാരെ സംബന്ധിച്ച് ശുക്രൻ അനുകൂലമായിട്ടുള്ള രാശിക്കാരെ പറ്റിയാണ് കൂടുതൽ പറയുന്നത്. ആ രാശിക്കാർക്ക് വളരെ ഉത്തമമായിട്ടുള്ള ഫലങ്ങളാണ് ലഭിക്കുക. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും നിങ്ങൾക്കാർക്കെങ്കിലും ഇപ്പോൾ ശുക്രദശ നടക്കുന്നവരുണ്ടോ, നിങ്ങളുടെ ജാതകപ്രകാരം ശുക്രൻ ബലവാനാണോ അല്ലെങ്കിൽ ശുഭനാണോ പാപനാണോ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവരിൽ ശുക്രൻ്റെ അപഹാരമാണോ നടക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഈ ഒരു ശുക്ര രാശിമാറ്റം വളരെയധികം ഗുണഫലങ്ങളാണ് നൽകുന്നത്. ലൗകിക ജീവിതത്തിന് അത്രമേൽ പ്രാധാന്യം നൽകുന്ന ഗ്രഹമാണ് ശുക്രൻ. ശുക്രൻ ബലവാനായിട്ട് നിൽക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അത് സ്വന്തം ജനനജാതക പ്രകാരം നല്ല രീതിയിലുള്ള ശുക്രൻ്റെ ദശ നടക്കുമ്പോഴും രാശിയിൽ ഇതുപോലെ ശുക്രൻ നല്ല ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോഴുമൊക്കെ ആ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളിൽ ജനിച്ചവരെ സംബന്ധിച്ച് ലൗകിക ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ഗുണഫലങ്ങളൊക്കെ ലഭിക്കും. അതായത് നല്ല സാമ്പത്തിക അഭിവൃദ്ധി, കുടുംബം, ദാമ്പത്യ സുഖം, അതുപോലെ തന്നെ നല്ല ബിസിനസ്സിൽ പുരോഗതി, ധനലാഭം, ആരോഗ്യപരമായിട്ടുള്ള മുന്നേറ്റം, സ്വന്തമായി ഭൂമി, വീട്, വാഹനം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ലഭിക്കുക. ഈ ഒരു സമയം ഈ പറയുന്ന രാശികളിൽപ്പെട്ട നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾ അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്ന ഉത്തമമായിരിക്കും. ശുക്ര സാന്നിധ്യത്തെപ്പറ്റി കൂടുതൽ അറിയുവാനും സാധിക്കും. ഇനി 12 രാശികളിൽപ്പെട്ട ഒരു 6 രാശിക്കാർ ആരൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. ആദ്യം ഇടവം രാശിക്കാരാണ്. ഇടവം രാശിക്കാരായ കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ശുക്രനിൽ നിന്ന് മാളവ്യയോഗം ലഭിക്കുന്ന സമയമാണ്. ഏറ്റവും അത്യുത്തമമായ സമയം എന്ന് തന്നെ ഒറ്റ വാക്കിൽ പറയാം. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ, ഭാഗ്യാനുഭവങ്ങൾ വരുന്ന സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധത്തിലുള്ള കഷ്ടനഷ്ടങ്ങളും മാറുന്ന സമയം. കടബാധ്യതകളുണ്ടെങ്കിൽ അതൊക്കെ വിട്ടുമാറും. അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ധനലാഭം ലഭിക്കും. ആരോഗ്യപരമായ പ്രശ്നങ്ങളിൽ കൂടെ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതൊക്കെ വിട്ടുമാറി ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം ലഭിക്കും. നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എതിർപ്പുകൾ, ശത്രുതകൾ, കേസ് വഴക്കുകൾ, അങ്ങനെയുള്ള എല്ലാ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും പൂർണ്ണമായി വിട്ടുമാറും. നിങ്ങളെ സംബന്ധിച്ച് ജീവിതത്തിൽ ഏറ്റവും അധികം ഉയർച്ച, ഉന്നതി ലഭിക്കുന്ന സമയമാണ് ഈ ഒരു സമയം. അതുപോലെ തന്നെ നിങ്ങൾക്ക് സർവാഭീഷ്ടം സാധിക്കുന്ന സമയം. നിങ്ങളുടെ മനസ്സിലെ എല്ലാ ആഗ്രഹങ്ങളും പൂർണ്ണതയിലെത്തുന്ന ഒരു സമയമാണ്. ഓരോ മനുഷ്യനെ സംബന്ധിച്ചും ആഗ്രഹങ്ങൾ പലതരത്തിലായിരിക്കും. ചിലർക്ക് അവരവരെ ആഗ്രഹിക്കുന്ന നല്ലൊരു ജോലി ലഭിക്കണം, അല്ലെങ്കിൽ വിദേശ ജോലി ഭാഗ്യമാകാം. മറ്റുള്ളവരെ സംബന്ധിച്ച് കാലങ്ങളായിട്ടുണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കുക എന്നുള്ളതാകാം. ചിലരെ സംബന്ധിച്ച് ദാമ്പത്യ കുടുംബജീവിതത്തിലെ സുഖം, സന്തോഷം, സമാധാനം ആഗ്രഹിക്കുന്ന വ്യക്തികൾ, ഒരു നല്ല അനുയോജ്യമായ മംഗല്യം, വിവാഹം ആഗ്രഹിക്കുന്ന വ്യക്തികൾ. മറ്റു ചിലരെ സംബന്ധിച്ച് കാലാകാലങ്ങളായിട്ട് സ്വന്തമായിട്ടൊരു ഭൂമി വേണം, ഗൃഹം വേണം എന്നുള്ള ആഗ്രഹം. ഇങ്ങനെയുള്ള പല ആഗ്രഹങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാണ് ഓരോ വ്യക്തികളും. നിങ്ങൾ ഇടവം രാശിക്കാരെ സംബന്ധിച്ച് ഈ ശുക്രരാശിമാറ്റം നിങ്ങൾക്ക് അത്രമേൽ ഗുണഫലങ്ങളാണ് നൽകുന്നത്. അവരുടെ ആഗ്രഹങ്ങൾ പൂർണ്ണമായിട്ട് സാധിക്കുന്ന സമയം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വലിയ മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ, നന്മകൾ അനുഭവത്തിൽ വരും. ഇത്രയും കാലം ഒരു ജോലി ചെയ്തിട്ടും അതല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്തിട്ടും സ്വന്തമായിട്ടൊരു സമ്പാദ്യമില്ല, അല്ലെങ്കിൽ ആഗ്രഹിച്ച തരത്തിൽ ഒരു ധനവരുമാന ലാഭം ഇല്ലാതെ കടന്നു പോയിരുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ കർമ്മത്തിൽ നിന്ന്, നിങ്ങൾ ഏത് ജോലിയാണോ എന്ത് ബിസിനസ്സാണോ ചെയ്യുന്നത് അതിൽ നിന്ന് ആഗ്രഹിക്കുന്ന ധനലാഭം, നല്ല വരുമാനം ലഭിക്കും. നിങ്ങൾക്കും ഒരു സമ്പാദ്യം വന്നു ചേരുന്ന സമയമാണ്.
ഏറ്റവും അധികം ഈശ്വരാനുഗ്രഹം ഭാഗ്യമാണ് ഈ ഒരു സമയത്ത് ഈ മാളവിയോഗത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ലൗകിക ജീവിതത്തിൽ ലഭിക്കേണ്ട എല്ലാ നന്മകളും ഭാഗ്യാനുഭവങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ്. ഇതിനെ ഇടവം രാശിക്കാർ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. ഈ ഒരു സമയം അവരവരുടെ ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ ഈ ശുക്രരാശി മാറ്റം നിങ്ങൾ ഇടവം രാശിക്കാർക്ക് എല്ലാ നന്മകളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മിഥുനം രാശിക്കാരായ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ശുക്രൻ മാളവിയോഗം നൽകുന്ന ഒരു കാലം ആരംഭിക്കുവാൻ പോവുകയാണ്. മിഥുനം രാശിയിൽപ്പെട്ട നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടനഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം വിട്ടുമാറുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. പ്രധാനമായിട്ടും ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി ആ ദാമ്പത്യ കുടുംബജീവിതത്തിൽ പരസ്പരം ഒരു അന്യോന്യം, ഒരു സന്തോഷം, സുഖം, സമാധാനം ലഭിക്കും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് പൂർവികപരമായിട്ട് ലഭിക്കേണ്ട ഭൂമി, സ്വത്തുവകകളൊക്കെ വന്നു ചേരുന്ന സമയമാണ്. അതുപോലെ തന്നെ കാലാകാലങ്ങളായിട്ടുള്ള നിങ്ങളുടെ ആഗ്രഹം, സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കപ്പെടുന്ന സമയം. ഭൂമി സംബന്ധമായിട്ട്, ഗൃഹസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വിട്ടുമാറുന്ന കാലമാണ്. അതുപോലെ തന്നെ മിഥുനം രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ സന്താന ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കാലവുമാണ് ഇത്. പ്രത്യേകം എടുത്തു പറയേണ്ട ഒന്ന്, മിഥുന രാശിയിൽപ്പെട്ട മാതാപിതാക്കളെ സംബന്ധിച്ച് സന്താനങ്ങളുടെ കാര്യത്തിൽ, കുട്ടികളുടെ കാര്യത്തിൽ ഉണ്ടായിരുന്ന ആകുലത, ആശങ്ക ഇതൊക്കെ വിട്ടുമാറും. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ സന്താനങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വലിയ നന്മകൾ, നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്ന കാലമാണ്. അതുപോലെ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ കുട്ടികളുടെ കല്യാണത്തിന്, വിവാഹത്തിനുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ വിട്ടുമാറി നിങ്ങളുടെ കുട്ടികളുടെ മംഗല്യം നടക്കുന്ന ഒരു സമയം കൂടെയാണിത്. അതുപോലെ അവരവരുടെ സന്താനങ്ങളെ കൊണ്ട് നിങ്ങളുടെ മനസ്സിന് സുഖം, അതുപോലെ സമാധാനം, സന്തോഷം നൽകുന്ന നല്ല ഗുണാനുഭവങ്ങൾ സന്താനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സമയവുമാണ്. പ്രധാനമായിട്ടും മിഥുനം രാശിക്കാരെ സംബന്ധിച്ച് ദാമ്പത്യ കുടുംബജീവിതത്തിൽ സുഖം, സന്തോഷം, സമാധാനം ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് വിവാഹ കാര്യങ്ങളുണ്ടായിരുന്ന തടസ്സങ്ങൾ വിട്ടുമാറും. പ്രത്യേകം എടുത്തു പറയേണ്ടത്, മിഥുനം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജോലിയിൽ, നിങ്ങളുടെ കർമ്മത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ബിസിനസ്സിലൊക്കെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങൾ കാലാകാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന ഒരു മുന്നേറ്റം, അതായത് അവരവരുടെ കർമ്മത്തിൽ, നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള മുന്നേറ്റം, ഒരു ഉയർച്ച ലഭിക്കും. പലരെയും സംബന്ധിച്ച് ഒരു പദവി ഉയർച്ച, പദവി മാറ്റം, ഇടം മാറ്റം ഒക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന വളരെ അത്യുത്തമമായിട്ടുള്ള ഒരു സമയമാണ്. അതുപോലെ വിദേശ ജോലി ഭാഗ്യത്തിന് ശ്രമിക്കുന്നവർക്ക് തീർച്ചയായും വിദേശ ജോലി ഭാഗ്യം ലഭിക്കുന്ന ഒരു സമയവുമാണ്. അങ്ങനെ കർമ്മം ചെയ്യുന്ന ജോലി, ബിസിനസ് മുഖാന്തരമുള്ള എല്ലാ പ്രശ്നങ്ങളും വിട്ടുമാറും. പലരെയും സംബന്ധിച്ച് ഈ ഒരു കാലയളവിൽ പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് സാധിക്കുന്ന സമയം. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറി ആ ബിസിനസ്സിൽ ഒരുപാട് ഉയർച്ച ലഭിക്കുന്ന സമയവുമാണ്. മിഥുന രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് ജനുവരി 28 മുതൽ മെയ് മാസം വരെയുള്ള സമയം ജീവിതത്തിൽ ഒരുപാട് ശുഭ ചിലവുകൾ വന്നു ചേരുന്ന ഒരു കാലഘട്ടവുമാണ്. സ്വന്തമായി ഭൂമി വാങ്ങുക, ഗൃഹം നിർമ്മിക്കുക, അതുപോലെ വിവാഹം നടത്തുക, വണ്ടി വാഹന യോഗം, ഇങ്ങനെയുള്ള ശുഭ ചിലവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു കാലവുമാണ്. ധാരാളം യാത്രകളും ഈ കാലഘട്ടത്തിൽ പല വ്യക്തികൾക്കും അനുഭവത്തിൽ വരും. യാത്രകളിൽ കൂടെ നിങ്ങൾക്ക് നേട്ടമുണ്ടാകും. യാത്രകളെന്ന് പറയുമ്പോൾ വിദേശ യാത്ര, വിദേശ ജോലി, വിദേശവാസത്തിനൊക്കെ യോഗമുള്ള ഒരു കാലവുമാണ്. അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പല തീർത്ഥാടന സ്ഥലങ്ങൾ, പുണ്യസ്ഥലങ്ങൾ, ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കുവാനുള്ള ഭാഗ്യവും ഈ ഒരു സമയത്ത് ശുക്രൻ നിങ്ങൾക്ക് നൽകും. അത്രമേൽ ശുഭത്വം നിറയുന്ന ഒരു കാലഘട്ടമാണ് മിഥുനരാശിക്കാരെ സംബന്ധിച്ച് ശുക്രൻ നൽകുന്നത്. ഈ ഒരു സമയത്തിനെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. മിഥുനരാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും ഈ സമയം അവരവരുടെ സ്വന്തം ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ മിഥുനരാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും സർവൈശ്വര്യങ്ങളും ശുക്രൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കന്നിരാശിക്കാരായ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ശുക്രൻ മാളവിയോഗം നൽകുന്ന കാലം ആരംഭിക്കുകയാണ്. ശുക്രൻ മീനത്തിൽ ഉച്ചസ്ഥനാവുകയാണ്. നിങ്ങളെ സംബന്ധിച്ച് കന്നിരാശിക്കാർക്ക്
ആദ്യം അനുഭവത്തിൽ വരുന്ന ഫലമെന്ന് പറയുന്നത് സാമ്പത്തിക അഭിവൃദ്ധിയാണ്, ധനപുരോഗതി. അതായത് നിങ്ങളെ സംബന്ധിച്ച് എത്ര വലിയ കടബാധ്യതകളോ പ്രശ്നങ്ങളോ സാമ്പത്തിക പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിലും അതിനെയൊക്കെ പരിഹരിക്കത്തക്ക തരത്തിലൊരു സാമ്പത്തിക അഭിവൃദ്ധി, ധനവരവ് നിങ്ങളിലേക്ക് വന്നു ചേരും. അത് തീർച്ചയാണ്. അത്രമേൽ ഭാഗ്യാനുഭവം, ഈശ്വരാനുഗ്രഹമാണ് നിങ്ങൾക്ക് ശുക്രൻ ഈ രാശിമാറ്റത്തിലൂടെ നൽകുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ നിലനിന്നിരുന്ന പല പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ വിട്ടുമാറും. നിങ്ങളുടെ കുടുംബത്തിൽ മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയവുമാണ് ഈ ഒരു കാലഘട്ടം. പ്രധാനമായിട്ടും കുടുംബാംഗങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിൽ, സഹോദരങ്ങളുടെ ഇടയിലൊക്കെ നിലനിന്നിരുന്ന പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളുമൊക്കെ പരിഹരിച്ച് നിങ്ങളുടെ ആ കുടുംബ ബന്ധങ്ങളിൽ തന്നെ ഒരു ദൃഢത ലഭിക്കുന്ന സമയമാണ്. അതുപോലെ കന്നിരാശിയിൽപ്പെട്ട ദമ്പതികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ നിലനിന്നിരുന്ന പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറി നിങ്ങളുടെ ദാമ്പത്യത്തിൽ നിങ്ങൾക്കൊരു സന്തോഷം, സമാധാനം, സുഖം ലഭിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ നിങ്ങൾക്ക് അനുയോജ്യമായിട്ട് കന്നിരാശിയിൽപ്പെട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള മംഗല്യ ഭാഗ്യം കൂടെ വന്നു ചേരുന്ന സമയമാണ്. അതുപോലെ നിങ്ങളുടെ വാക്കിന് തന്നെ മറ്റുള്ളവരുടെ ഇടയിൽ നല്ല ഒരു വില ലഭിക്കുന്ന, ഒരു മതിപ്പ് ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. ഭാഗ്യാനുഭവം നിങ്ങൾക്ക് വളരെയധികം നല്ല രീതിയിൽ വന്നു ചേരും. ഭാഗ്യം എന്ന് പറയുന്നത് തന്നെയാണ് ഈശ്വരാനുഗ്രഹവും. ഈ ഒരു സമയം കന്നിരാശിക്കാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള ഗുണാനുഭവങ്ങൾ, നന്മകൾ, നേട്ടങ്ങളാണ് നിങ്ങൾക്ക് ശുക്രൻ നൽകുന്നത്. ലൗകിക ജീവിതത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് നല്ല ആരോഗ്യം, അതുപോലെ ധനപരമായിട്ടുള്ള ഒരു ഉയർച്ച, മനസ്സമാധാനം, ദാമ്പത്യ സുഖം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ശുക്രൻ്റെ കാരകത്വത്തിൽ ഉൾപ്പെടുന്നത്. കന്നിരാശിക്കാരെ സംബന്ധിച്ച് ഈ ശുക്രരാശി മാറ്റം ലൗകിക ജീവിതത്തിൽ നിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പരിഹരിച്ച് നിങ്ങളുടെ ഈ ലൗകിക ജീവിതത്തിൽ ലഭിക്കേണ്ട സന്തോഷം, സുഖം, ഇതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയമാണ്. അതുപോലെ കന്നിരാശിയിൽപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണോ വിദേശ യാത്ര, വിദേശ ജോലിക്കൊക്കെ ആഗ്രഹിക്കുന്നത്, അതിനൊക്കെ പരിശ്രമിച്ചാൽ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ആ ജോലിയൊക്കെ ലഭിക്കുന്ന സമയമാണ്. കന്നിരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾ കാലാകാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന പല സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു സമയവും കൂടിയാണ് ഇത്. അത്രമേലാണ് ശുക്രൻ നിങ്ങൾക്ക് ഗുണഫലങ്ങൾ, നന്മകൾ ഈ ഒരു കാലഘട്ടത്തിൽ നൽകുന്നത്. ഇതിനെ കന്നിരാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളൊരു 10% നിങ്ങൾ പരിശ്രമിച്ചാൽ 100% ഫലം ലഭിക്കുന്ന സമയമാണ്. അത് ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാലും, ഒരു പുതിയ ജോലിക്ക് പരിശ്രമിച്ചാലും, വിവാഹം നടക്കുന്ന കാര്യങ്ങൾക്ക് പരിശ്രമിച്ചാലും, അതുപോലെ നിങ്ങളുടെ സാമ്പത്തിക പ്രയാസങ്ങൾ മാറുന്നതിനും നിങ്ങൾ മുന്നോട്ട് പരിശ്രമിച്ചാലും, എല്ലാത്തിലും നിങ്ങൾക്ക് പൂർണ്ണ വിജയമാണ് ഈ ഒരു സമയത്ത് ശുക്രൻ നൽകുന്നത്. അതാണ് ഒറ്റവാക്കിൽ പറയുന്നത്, ലൗകിക ജീവിതത്തിൽ നിങ്ങൾക്കെല്ലാ നന്മകളും സുഖാനുഭവങ്ങളും നിങ്ങൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ വന്നു ചേരും. പലരും ആഗ്രഹിച്ച തരത്തിലേക്ക് ജീവിതത്തിലൊരു ഉയർച്ച, ഒരു നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ ലഭിക്കുന്ന സമയമാണ് ഇത്. നിങ്ങളെ സംബന്ധിച്ച് ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഒരു വേർപിരിയലിൻ്റെ വക്കിൽ വരെ എത്തി നിൽക്കുന്ന പല ദമ്പതികളുമുണ്ട്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് പോലും നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ആ ദാമ്പത്യ കുടുംബജീവിതത്തിൽ സന്തോഷം ലഭിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന അവസരങ്ങൾ വരെയാണ് ഈ ഒരു ശുക്രരാശി മാറ്റത്തിലൂടെ അനുഭവത്തിൽ വരുന്നത്. ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങളുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ ഈ ശുക്രരാശി മാറ്റം കന്നിരാശിക്കാരായ നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി തുലാം രാശിക്കാരായ ചിത്തിര, ചോതി, വിശാഖ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ സുവർണ കാലഘട്ടം എന്ന് പറയാൻ പറ്റുന്ന സമയമാണ് ആരംഭിക്കുവാൻ പോകുന്നത്. തുലാം രാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ രാശിയുടെ അധിപനായ ശുക്രൻ പൂർണ്ണ ശുഭനാണ്. തുലാം ലഗ്നത്തിൽ ജനിക്കുന്നവരെ സംബന്ധിച്ച് ലഗ്നത്തിൻ്റെ അധിപൻ ലഗ്നാധിപനും. അങ്ങനെയുള്ള ശുക്രൻ ഉച്ചസ്ഥനാകുന്ന, മീനത്തിൽ ഉച്ചസ്ഥനാകുന്ന സമയം തുലാം രാശിക്കാരുടെ ജീവിതത്തിൽ വളരെ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ, നന്മകളാണ് അനുഭവത്തിൽ വരുന്നത്. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ മറഞ്ഞിരിക്കുന്ന നന്മകൾ, നേട്ടങ്ങൾ, ഗുണഫലങ്ങൾ എന്ന് തന്നെ പറയാം. അതായത് നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത പല നല്ല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കുന്ന സമയം, അതല്ലെങ്കിൽ കാലാകാലങ്ങളായിട്ട് മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും അപ്രതീക്ഷിതമായിട്ട് അനുഭവത്തിൽ വരുന്ന സമയമാണ് നിങ്ങളെ സംബന്ധിച്ച്.
ഈ ഒരു സമയം തുലാം രാശിയിൽപ്പെട്ട ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ചിലർക്ക് അവരവർ ആഗ്രഹിച്ചതിനേക്കാട്ടിൽ നല്ലൊരു ജീവിത ഉയർച്ച ലഭിക്കും. അപ്രതീക്ഷിതമായി ഒരു നല്ല ജോലി ലഭിക്കുക, അതുപോലെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവരവരുടെ ജോലിയിൽ പ്രതീക്ഷയ്ക്കും മുകളിലായിട്ട് നല്ലൊരു ഉയർച്ച, ഒരു പദവി ഉയർച്ചയോ നല്ല ഇടംമാറ്റമോ സ്ഥാനമാറ്റമോ ഒക്കെ വന്നു ചേരുന്ന കാലഘട്ടമാണ്. അതുപോലെ പലർക്കും അപ്രതീക്ഷിതമായി ഭൂമിയോഗം ഉണ്ടാകുന്ന സമയം, സ്വന്തമായി ഗൃഹം നിർമ്മിച്ച് ഗൃഹപ്രവേശം വരെ നടത്താൻ യോഗമുള്ള സമയമാണ്. മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാൻ സാധിക്കും. അതുപോലെ ഒരുപാട് കാലങ്ങളായി ആശുപത്രിവാസങ്ങളോ രോഗദുരിതങ്ങളോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അസുഖത്തിന്, രോഗത്തിന് ചികിത്സ നടത്തി വരുന്നവരാണെങ്കിൽ ആ ചികിത്സകൾക്കൊക്കെ പൂർണ്ണ ഫലം ലഭിക്കുകയും ശരീരം രോഗത്തിൽ നിന്ന് മുക്തി നേടി, രോഗദുരിതങ്ങളിൽ നിന്ന് മുക്തി നേടി പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാൻ പറ്റുന്ന ഏറ്റവും നല്ല കാലവുമാണ്. അതാണ് ശുക്രൻ നൽകുന്നത്. എല്ലാ അർത്ഥത്തിലും നിങ്ങൾ തുലാം രാശിക്കാർക്ക് ഇത് വളരെ വളരെ ഉത്തമമായിട്ടുള്ള ഒരു സമയമാണ്. നിങ്ങളെ സംബന്ധിച്ച് ശുക്രൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധത്തിലുള്ള മോശപ്പെട്ട അനുഭവങ്ങളും മാറ്റിക്കളയും എന്നുള്ളതാണ്. അത് നിങ്ങളെ സംബന്ധിച്ച് ആരോഗ്യ പ്രശ്നങ്ങളാകാം, കേസ് കോടതി വ്യവഹാരങ്ങളാകാം, അല്ലെങ്കിൽ രോഗദുരിതങ്ങൾ, ബുദ്ധിമുട്ടുകളാകാം, സാമ്പത്തികപരമായ പ്രയാസങ്ങളാകാം, അതല്ലെങ്കിൽ നിങ്ങൾ നേരിടുന്ന എതിർപ്പുകൾ, ശത്രുതകളാകാം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മാറ്റി നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം സന്തോഷം, സുഖം, സമാധാനം നൽകുന്നതാണ് ഈ ഒരു ശുക്രരാശി മാറ്റം. തുലാം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് അത്രമേൽ ശുഭനാണ് ശുക്രൻ. ആ ലൗകിക ജീവിതത്തിൽ വേണ്ടുന്ന എല്ലാ നന്മകളും ഭാഗ്യാനുഭവങ്ങളും നിങ്ങൾക്ക് ശുക്രൻ നൽകും. നിങ്ങളെ സംബന്ധിച്ച് ദാമ്പത്യ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അവർ ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ ഈ കാലഘട്ടത്തിനുള്ളിൽ നിങ്ങളുടെ ദാമ്പത്യ കുടുംബജീവിതത്തിൽ എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും നിങ്ങൾക്ക് പരിഹരിക്കപ്പെടും. അതുപോലെ തന്നെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വിവാഹമോചനമൊക്കെ നേടി നിൽക്കുന്ന തുലാം രാശിയിൽപ്പെട്ട പല വ്യക്തികളുമുണ്ട്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചൊരു പുനർവിവാഹത്തിനായിട്ട് പരിശ്രമിച്ച് അല്ലെങ്കിൽ പുനർവിവാഹത്തിന് കാത്തിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾക്കൊരു പുനർവിവാഹം നടക്കും. അതും നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ സങ്കല്പത്തിനനുസരിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതും. അതിനും നിങ്ങളെ സംബന്ധിച്ച് സമയം അനുകൂലമാണ്. അതുപോലെ ആദ്യ വിവാഹത്തിന് തയ്യാറെടുക്കുന്നവർക്ക് ആ വിവാഹത്തിലുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറി നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ജീവിത പങ്കാളിയെ ലഭിക്കുന്ന സമയവുമാണ്. ശുക്രൻ എന്ന് പറയുന്നത് നിങ്ങളെ തന്നെ കുറിക്കുന്ന ഗ്രഹമായതുകൊണ്ടും ലൗകിക ജീവിതത്തിൽ ശുക്രനാണ് ഏറ്റവും അധികം ഗുണഫലങ്ങൾ നൽകുന്ന ഗ്രഹം. ആ ശുക്രൻ നിങ്ങളുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾക്കൊരു പൂർത്തീകരണം നൽകുന്ന തരത്തിലാണ് ഈ രാശിമാറ്റം നടത്തുന്നത്. ഓരോ വ്യക്തിയെ സംബന്ധിച്ചും ആഗ്രഹങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കും. അതിനനുസരിച്ചിട്ടായിരിക്കും ആ മാറ്റങ്ങളും അനുഭവത്തിൽ വരിക. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ തന്നെ കുറിക്കുന്ന ഗ്രഹമായതുകൊണ്ട് നിങ്ങളുടെ കർമ്മത്തിൽ, ചെയ്യുന്ന ജോലിയിലൊക്കെ ഉയർച്ച, കർമ്മസംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ, ആരോഗ്യപരമായ മുന്നേറ്റങ്ങൾ, ദാമ്പത്യ കുടുംബജീവിതത്തിൽ സുഖം, സന്തോഷം. അതുപോലെ ഈ ഒരു സമയത്ത് തുലാം രാശിയിൽപ്പെട്ട പലർക്കും ആഗ്രഹിച്ച വണ്ടി, വാഹനങ്ങളൊക്കെ സ്വന്തമാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയമാണ്. അപ്രതീക്ഷിതമായിട്ടായിരിക്കും നിങ്ങളിലേക്ക് മാറ്റങ്ങൾ വരിക. അതാണ് ആദ്യമേ ഞാൻ പറഞ്ഞത്. അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള പോസിറ്റീവ് ചേഞ്ചസ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള അപ്രതീക്ഷിതമായ ജീവിത ഉയർച്ച, ജീവിത മുന്നേറ്റമൊക്കെയാണ് വന്നു ചേരുന്നത്. തുലാം രാശിയിൽപ്പെട്ട നിങ്ങളെ സംബന്ധിച്ച് ഇത് അത്രമേൽ ഐശ്വര്യവും ഈശ്വരാനുഗ്രഹവും നന്മകളും നൽകുന്ന ഒരു സുവർണ്ണ കാലഘട്ടം തന്നെയാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഈ ശുക്രരാശി മാറ്റം പ്രതിഫലിക്കും. ഈ ഒരു സമയം നിങ്ങൾ സ്വന്തം ജനന ജാതകം കൂടെ നോക്കി ആ ശുക്രൻ്റെ സ്ഥാനവും ഭാവവും, ശുക്രദശ നടക്കുന്നവരുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ചും തുലാം രാശിക്കാരെ സംബന്ധിച്ച് വളരെ വളരെ ഉത്തമമായിരിക്കും. ഈ സമയത്തെ പരമാവധി പ്രയോജനപ്പെടുത്തു. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ തുലാം രാശിയിൽപ്പെട്ട ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകർക്ക് ഈ ഒരു കാലഘട്ടം എല്ലാ ഐശ്വര്യങ്ങളും നന്മകളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മകരം രാശിക്കാരായ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയത്തിൻ്റെ ആരംഭമാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അത്രമേൽ ദുരിതം, ദുഃഖങ്ങൾ, കഷ്ടതകൾ അനുഭവിച്ച മകരം രാശിക്കാരുടെ ജീവിതത്തിൽ ഈ 2025 ജനുവരി 28 മുതൽ തന്നെ മാറ്റങ്ങൾ അനുഭവത്തിൽ വരും. ആദ്യം ഈ ഒരു ശുക്രരാശി മാറ്റം, പിന്നീട് മാർച്ച് 29 ഏഴര ശനി പൂർണ്ണമായിട്ട് വിട്ടുമാറും, പിന്നീട് വരുന്ന വ്യാഴമാറ്റം. ഇതെല്ലാം നിങ്ങളെ സംബന്ധിച്ച് വളരെ വളരെ ഉത്തമമാണ്. ഇവിടെ നമ്മൾ പറയുന്നത് ശുക്രൻ്റെ രാശിമാറ്റം നൽകുന്ന ഫലങ്ങളാണ്. ശുക്രൻ്റെ രാശിമാറ്റം നിങ്ങളെ സംബന്ധിച്ച് ആദ്യം നിങ്ങൾക്ക് നൽകുന്നത് മാനസികമായ സന്തോഷം, സുഖം ആണ്.
നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ മനസ്സിന് സന്തോഷം, ശുഭാപ്തി വിശ്വാസം, ആത്മധൈര്യം ലഭിക്കുന്ന തരത്തിൽ ഉള്ള അനുഭവങ്ങളായിരിക്കും മുന്നോട്ട് വന്നു ചേരുക. നിങ്ങളുടെ ജീവിതത്തിന് തന്നെ അടിത്തറ നൽകുന്ന തരത്തിൽ നല്ല നല്ല ഗുണാനുഭവങ്ങൾ വന്നു ചേരും. മുന്നോട്ട് നിങ്ങൾക്ക് ഒരുപാട് നന്മകൾ, നേട്ടങ്ങളാണ് മകരം രാശിക്കാരെ കാത്തിരിക്കുന്നത്. ഈ ഒരു മാനസികപരമായിട്ടുള്ള ഒരു സന്തോഷം, ഒരു ആത്മവിശ്വാസം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഏറ്റവും വലിയൊരു ഈശ്വരാനുഗ്രഹമാണ്. നിങ്ങൾക്ക് മുന്നോട്ട് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുകയും ചെയ്യും. പ്രധാനമായിട്ടും ഈശ്വരാനുഗ്രഹം മൂലം ജീവിതത്തിൽ ഏറ്റവും അധികം നന്മകളാണ് ഈ ശുക്രൻ നൽകുന്നത്. ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം തന്നെ മകരം രാശിയിൽ ജനിച്ച നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് യോഗകാരകനാണ്. ഏറ്റവും അധികം യോഗഫലങ്ങൾ നൽകുന്ന ഗ്രഹമാണ് നിങ്ങൾക്ക് ശുക്രൻ. പൊതുവേ ഈ ഒരു ശുക്രരാശി മാറ്റം നിങ്ങളുടെ കർമ്മസംബന്ധമായിട്ടുള്ള മേഖലകളിൽ വലിയ മാറ്റങ്ങളായിരിക്കും നൽകുക. മകരം രാശിയിൽപ്പെട്ട പല വ്യക്തികൾക്കും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്ന ജോലി അപ്രതീക്ഷിതമായി നഷ്ടപ്പെട്ടു പോയവരുണ്ട്. അതൊരു ചെറിയ ജോലിയല്ല, വളരെ ഉയർന്ന പദവിയിൽ നിന്ന് പോലും ആ സ്ഥാനം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയവർ ധാരാളമാണ്. അതുപോലെ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ്സൊക്കെ വളരെ സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടിലായി ബിസിനസ്സൊക്കെ ഉപേക്ഷിക്കേണ്ടി വന്ന സാഹചര്യം, അങ്ങനെ പലർക്കും പലതരത്തിലാണ് ബുദ്ധിമുട്ടുകൾ. അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് ഈ ശുക്രരാശി മാറ്റം ആദ്യം നിങ്ങളുടെ കർമ്മത്തിലാണ് പ്രതിഫലനം നൽകുക. ഒരു ജോലിയില്ലാത്ത വ്യക്തിയാണെങ്കിൽ പോലും ഈ സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ച ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലുള്ള തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറും. ആ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ കൂടെ ഇത്രയും നാൾ ലഭിക്കാതിരുന്ന ഒരു ഉയർച്ച, ഒരു നന്മ, ഒരു സാമ്പത്തിക അഭിവൃദ്ധി, ധനവരവ് ഒക്കെ വന്നു ചേരും. വിദേശത്ത് ജോലി ചെയ്യുന്ന മകരം രാശിക്കാരെ സംബന്ധിച്ചും ആ മുടങ്ങിക്കിടന്നിരുന്ന ശമ്പളം ലഭിക്കുക, ആ ജോലിയിലുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുക. അതുപോലെ വിസ സംബന്ധമായിട്ട് പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികൾ വിദേശത്തുണ്ട്. അവരെ സംബന്ധിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിട്ടുമാറി നിങ്ങൾക്ക് ആ വിസയൊക്കെ പുതുക്കി ലഭിക്കുക എന്നുള്ള എല്ലാ നല്ല കാര്യങ്ങളും കർമ്മസംബന്ധമായിട്ട് ലഭിക്കും. പ്രധാനമായിട്ടും ഒരു ബിസിനസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ബുദ്ധിമുട്ടായവരും ഇപ്പോഴും ബിസിനസ്സിൽ വലിയ പുരോഗതി ഇല്ലാതെ മുന്നോട്ട് പോകുന്ന മകരരാശിക്കാരുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറി നിങ്ങളുടെ ആ ഒരു ബിസിനസ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് വരികയും ഇത്രയും നാൾ ലഭിക്കാതിരുന്ന ഒരു സാമ്പത്തിക അഭിവൃദ്ധി, ധനലാഭമൊക്കെ വന്നു ചേർന്ന് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പലരെയും സംബന്ധിച്ച് പുതിയ തൊഴിൽ, പുതിയ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കാൻ പറ്റുന്ന ഒരവസരങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരും. പൂർവികപരമായിട്ട് ലഭിക്കേണ്ട ഭൂമിയോ മറ്റു കാര്യങ്ങളോ സ്വത്തുവകകളോ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയവും കൂടിയാണ് ഇത്. അതുപോലെ സന്താന ഭാഗ്യം പലർക്കും ലഭിക്കും. സന്താനങ്ങൾക്ക് ഒരുപാട് നന്മകൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങളുടെ കുട്ടികൾക്ക് പല നന്മകളും ചെയ്യാൻ പറ്റുന്ന ഒരു സമയത്തിൻ്റെ, ഒരു കാലത്തിൻ്റെ ആരംഭവുമാണ്. അതുപോലെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വിവാഹ, ദാമ്പത്യ, കുടുംബജീവിതത്തിലും ഒക്കെ പ്രശ്നങ്ങൾ നേരിട്ടിരുന്ന മകരം രാശിക്കാർക്ക് അതിൽ നിന്നൊക്കെ ഒരു മോചനം, മുക്തി ലഭിക്കും. അതുപോലെ വിവാഹ കാര്യങ്ങളുണ്ടായിരുന്ന തടസ്സങ്ങൾ വിട്ടുമാറി നിങ്ങൾക്ക് ആഗ്രഹിച്ചതുപോലെ ഉള്ളൊരു വിവാഹം, മംഗല്യഭാഗ്യം നടക്കുന്ന സമയവുമാണ്. പ്രധാനമായിട്ടും ലൗകിക ജീവിതത്തിൽ നിങ്ങളെ സംബന്ധിച്ച് ശുക്രൻ ഏറ്റവും അധികം ഗുണഫലങ്ങൾ നൽകുന്ന ഗ്രഹമാണ്. ആ ശുക്രൻ നല്ല രീതിയിൽ രാശിക്ക് സഞ്ചരിക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് തന്നെ. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ മകരം രാശിയിൽപ്പെട്ട ഒരു സ്ത്രീയെയും പുരുഷനെയും സംബന്ധിച്ച് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന മാനസികമായിട്ടുള്ളതും ശാരീരികമായിട്ടുള്ളതും സാമ്പത്തികമായിട്ടുള്ളതും അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഈ ശുക്രരാശി മാറ്റത്തോടുകൂടി നിങ്ങളെ വിട്ടുമാറും. നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില നന്മകൾ, നേട്ടങ്ങൾ, ഭാഗ്യങ്ങൾ, ഇതിലൊക്കെ അപ്പുറം നല്ല അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നുള്ളതാണ്. എത്ര കഴിവുണ്ടായിട്ടും കാര്യമില്ല, അവസരങ്ങൾ ഉണ്ടെങ്കിലേ ആ കഴിവിനെ പ്രയോജനപ്പെടുത്താൻ സാധിക്കൂ. മകരം രാശിക്കാരെ സംബന്ധിച്ച് കഴിവിന് യാതൊരു കുറവുമുള്ള വ്യക്തികളല്ല. പക്ഷേ അവസരങ്ങളില്ല, അല്ലെങ്കിൽ കിട്ടുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്നുള്ളത് പ്രധാന പ്രശ്നമാണ്. അതൊക്കെ നിങ്ങളെ വിട്ടുമാറി നിങ്ങളെ സംബന്ധിച്ച് പുതിയ അവസരങ്ങൾ, പുതിയ ഭാഗ്യാനുഭവങ്ങൾ, പുതിയ നന്മകൾ നിങ്ങളിലേക്ക് വന്നു ചേരും. ഇതിനെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഈ ഒരു സമയം മകരം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ സ്വന്തം ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്ന ഉത്തമമാണ്. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ മകരം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ശുക്രരാശി മാറ്റം സർവ്വ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കുംഭം രാശിക്കാരായ അവിട്ടം, ചതയം, പൂരിരുട്ടാതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ അനുഭവത്തിൽ വരുന്ന സമയമാണ്. പൊതുവെ കുംഭം രാശിക്കാരെ സംബന്ധിച്ച് ഏഴരശനി തീർന്നിട്ടില്ല. ഏഴരശനിയുടെ അവസാന കാലഘട്ടമായ പാദശനി മാർച്ച് 29 ആരംഭിക്കുകയാണ്.
അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് ഈ ശുക്രരാശി മാറ്റമാണ് നിങ്ങൾക്കൊരടിത്തറ, ഒരു ബലം എന്ന് പറയുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ശുക്രൻ നിങ്ങൾക്ക് ധനസ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലഘട്ടം, അതും ഉച്ചസ്ഥനായിട്ട്. ശുക്രൻ പൂർണ്ണ ബലവാനായിട്ട് ധനസ്ഥാനമായ 2ാം ഭാവത്തിൽ മീനത്തിൽ നിങ്ങൾക്ക് സഞ്ചരിക്കുന്ന അത്യുത്തമമായിട്ടുള്ള കാലഘട്ടം ആരംഭിക്കുകയാണ്. അപ്പോൾ കുംഭം രാശിക്കാരെ സംബന്ധിച്ചിട്ട് നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നൊരു രക്ഷപ്പെടൽ എന്ന് തന്നെയാണ് ഇതിനർത്ഥം. എത്ര വലിയ കടബാധ്യതകൾ, സാമ്പത്തിക പ്രയാസങ്ങൾ, പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന ഒരു കുംഭം രാശിയിൽപ്പെട്ട സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും അതിൽ നിന്നൊക്കെ വിട്ടുമാറി നിങ്ങളുടെ ജീവിതം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിൽ നിങ്ങൾക്കൊരു പണം ലാഭം, ഒരു പണവരവ് നിങ്ങളിലേക്കുണ്ടാകും. അത് എങ്ങനെയാണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് പോലും അറിയാൻ സാധിക്കില്ല. പക്ഷേ നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കത്തക്ക രീതിയിലുള്ള ഒരു ധനലാഭം നിങ്ങളിലേക്ക് വന്നു ചേരും. അതിനുള്ള അവസരങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിൽ നിലനിന്നിരുന്ന പല പ്രയാസങ്ങളും, അഭിപ്രായ വ്യത്യാസങ്ങളും, വാക്കുതർക്കങ്ങളും, പ്രശ്നങ്ങളും, ഭിന്നതകളും ഒക്കെ വിട്ടുമാറി നിങ്ങളുടെ കുടുംബജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ, സ്വന്തം ബന്ധങ്ങളുടെ ഇടയിൽ നിങ്ങൾക്കൊരു സമാധാനം, സുഖം, സന്തോഷം ലഭിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളും ഈ ഒരു ശുക്രരാശി മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ നൽകും. അതുപോലെ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കുടുംബത്തിൽ അത്ര വലിയ മംഗളകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും കുംഭം രാശിയിൽപ്പെട്ട പലർക്കും നടന്നു കാണില്ല. നിങ്ങളെ സംബന്ധിച്ച് ഈ ശുക്രൻ രാശി മാറുന്ന മെയ് മാസം വരെയുള്ള സമയം അപ്രതീക്ഷിതമായി കുടുംബത്തിൽ ചില മംഗളകാര്യങ്ങൾ, നന്മകളൊക്കെ നടക്കുകയും ചെയ്യും. പ്രധാനമായും വിവാഹ കാര്യങ്ങളിലൊക്കെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരുപാട് തടസ്സങ്ങൾ, പ്രശ്നങ്ങളൊക്കെ കുംഭം രാശിയിൽപ്പെട്ട പലരും അനുഭവിച്ചിരുന്നു. അതൊക്കെ വിട്ടുമാറി കുടുംബത്തിൽ വിവാഹം പോലെയുള്ള മംഗള കാര്യങ്ങളൊക്കെ നടക്കും. അതുപോലെ 7ര ശനി തുടങ്ങിയ സമയം മുതൽ ചിലർ ഒരു ഭവന നിർമ്മാണം, വീട് നിർമ്മാണം ആരംഭിച്ച് അത് പൂർത്തിയാക്കാൻ സാധിക്കാതെ പകുതി വഴിയിൽ മുടങ്ങിപ്പോയി. സാമ്പത്തിക പ്രയാസങ്ങൾ, ബാധ്യതകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് അതൊക്കെ ഒന്ന് പുനരാരംഭിച്ച് പൂർത്തീകരിച്ച് ഗൃഹപ്രവേശം നടത്താൻ വരെ യോഗമുള്ളൊരു സമയമാണ് നിങ്ങൾക്ക്. അതുപോലെ ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ആ ഭൂമി ക്രയവിക്രയം നടത്തുന്നതിലൊക്കെയുള്ള തടസ്സങ്ങൾ, പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറി നിങ്ങൾക്ക് ആ ഭൂമിയൊക്കെ വിൽക്കാനോ വാങ്ങുവാനോ ഉള്ള ഒരു സാധ്യതകളും ഒക്കെ തെളിഞ്ഞു വരുന്ന സമയമാണ്. കുംഭം രാശിക്കാരെ സംബന്ധിച്ച് പ്രധാനമായും കഴിഞ്ഞ കുറേ കാലങ്ങളായി സുഖം എന്നൊരു വാക്ക് കേട്ട് കാണാൻ സാധ്യതയില്ല. സുഖാനുഭവങ്ങളേ ഇല്ല. പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രയാസങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളാണ്. ദാമ്പത്യ കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് ഇത്രയും നാൾ ലഭിക്കാതിരുന്ന ആ ഒരു സുഖം, അത് ശാരീരികമായിട്ടാണെങ്കിലും മാനസികമായിട്ടാണെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ശുക്രരാശി മാറ്റം നൽകുന്നത്. കാരണം ശുക്രൻ നിങ്ങളെ സംബന്ധിച്ച് അത്രമേൽ ശുഭനായതുകൊണ്ടും നിങ്ങൾക്ക് ധനസ്ഥാനം, കുടുംബസ്ഥാനത്ത് സഞ്ചരിക്കുന്നു വളരെ ഉച്ചസ്ഥനായിട്ട്. അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മനസ്സിനും ശരീരത്തിനും നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു സുഖം, സന്തോഷം, ആത്മവിശ്വാസമൊക്കെ ലഭിക്കുന്ന സമയമാണ്. അതുപോലെ കുംഭം രാശിക്കാരെ സംബന്ധിച്ച് ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾ നേരിടുന്ന പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വിട്ടുമാറും. ജോലി ഇല്ലാതിരിക്കുന്ന കുംഭം രാശിയിൽപ്പെട്ടൊരു വ്യക്തിയാണെങ്കിലും ജനുവരി 28-ന് ശേഷം ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നല്ലൊരു ജോലി നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ ബിസിനസ്സൊക്കെ ചെയ്യുന്ന കുംഭം രാശിക്കാരെ സംബന്ധിച്ചും നേട്ടങ്ങളുടെ സമയമാണ് എന്ന് പറയാം. ആ ബിസിനസ്സിലുള്ള കഷ്ടനഷ്ടങ്ങളൊക്കെ വിട്ടുമാറും. പലർക്കും പുതിയ തൊഴിൽ, പുതിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു കാലവുമാണ്. ഏതായാലും 7ര ശനി ഇനി 2.5 വർഷം കൂടെ മുന്നോട്ടുണ്ടെങ്കിലും നിങ്ങളെ സംബന്ധിച്ച് ഈ ശുക്ര രാശിമാറ്റമൊക്കെ ജീവിതത്തിൽ ഒരു അടിത്തറ നൽകുന്ന തരത്തിലുള്ള ഗുണാനുഭവങ്ങൾ നൽകും. കുംഭം രാശിക്കാരെ സംബന്ധിച്ച് ഇതൊരു വലിയ നേട്ടങ്ങളുടെ, മാറ്റങ്ങളുടെ ഒരു സമയവുമാണ്. സ്വന്തം ജനനജാതക പ്രകാരം അത്രമേൽ പാപനായ ഒരു പാപഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവർക്ക് മാത്രമേ ഈ ഗുണഫലങ്ങളിൽ കുറവ് അനുഭവപ്പെടുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് സ്വന്തം ജനനജാതകം കൂടി ഈ ഒരു സമയത്ത് പരിശോധിച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ അത് നിങ്ങളെ സംബന്ധിച്ച് വളരെ ഉത്തമമായിരിക്കും. കുംഭം രാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു ശുക്രരാശി മാറ്റം അത്രമേൽ ഉത്തമമാണ്. മാളവ്യയോഗം വന്നു ചേരുന്ന സമയമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങൾ കുംഭം രാശിക്കാർക്ക് സർവ്വ ഐശ്വര്യങ്ങളും എല്ലാ നന്മകളും ഈ ശുക്രരാശി മാറ്റം നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി.